ആര്യ മോളെ തകർത്തടി നീ, ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് തുടക്കം തൊട്ട് അവസാനം വരെ. ഈ കുട്ടി ഇതെന്താ ചെയ്യുന്നത്? പക്ഷെ കലക്കി കേട്ടോ. ശരിക്കും മോള് തമിഴ്നാട്ടിൽ ജനിക്കണ്ടായിരുന്നു. അല്ല കുഴപ്പമില്ല, ഇപ്പൊ ഇവിടെ ജനിച്ചു. മോള് അസലായിട്ട് പാടി. ശരിക്കും എന്താ പറയാ, ഒരു തമിഴിലുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇപ്പം തമിഴിൽ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, ഈ ഒരു ടോൺ യൂസ് ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നമ്മുടെ സിംഗേഴ്സിനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. സത്യം പറയല് ഇപ്പൊ വൈക്കം വിജയലക്ഷ്മി, വിജയ ചേച്ചി ഇപ്പം തമിഴില് സന്തോഷ് നാരായൺ, യുവൻ ശങ്കർ രാജ ഇവർക്കൊക്കെ പാടിക്കഴിഞ്ഞു. അത് ഇവിടെ അധികം ആർക്കും അറിയില്ല. അപ്പൊ അത് ആ ടോണിന്റെ ഒരു ഗുണമാണ്, മനസ്സിലായില്ലേ? ഈ ടോൺ ഒരു രക്ഷയില്ല മോളെ. ഞാൻ ഈ ടോണിന് ഇങ്ങനൊരു കളർ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഈ പാട്ട് പാടിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇനി എപ്പോഴും ഇനിയിപ്പോ തമിഴ് പാട്ട് എടുത്തിട്ട് വരണ്ട. പാടിയതിന്റെ ഒരു 90% ആർക്കും മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും മോള് പാടിയത് എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. കലക്കി, കലക്കി.
ആര്യ ചേച്ചി എന്താ ഇപ്പൊ പറയണ്ട, ഒരു ബ്രില്യന്റ് പെർഫോമൻസ്, ഭയങ്കര അഡ്വഞ്ചറസ് ആണല്ലേ. ഒരു തമിഴ് ഒരു മാപ്പിളപ്പാട്ട് ആരും സെലക്ട് ചെയ്തിട്ടില്ല. അതിന് തന്നെ നമുക്ക് ആര്യക്ക് ഒരു വലിയ കൈയ്യടി കൊടുക്കാം എല്ലാവർക്കും ചേർന്ന്. ഇഷ്ടമായിട്ട് കൈയടിച്ച് കൊടുപ്പിച്ചിട്ടുണ്ട. എന്റെ അമ്മ ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന്. ആണോ? ഓക്കെ, അമ്മക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ്. കേരളത്തില് മാപ്പിളപ്പാട്ട് ആസ്വാദകർ ഇത് ഈ പാട്ടിൽ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സെലക്ഷൻ നന്നായി. ഈ നാളെ ഒരു കന്നഡ പാട്ട് എടുത്തോണ്ട് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ തമിഴിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. വേറെ ആളുകളത് കേട്ട് കന്നഡ പാട്ട് പഞ്ചാബി പാട്ടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ഇത് മാപ്പിളപ്പാട്ട് ആസ്വാദകർ കേരളത്തിൽ മാപ്പിളപ്പാട്ട് ഇവിടെ വി എം കുട്ടി മാഷിന്റെയും മൂസക്കയുടെയും പീർക്കയുടെയും റംലത്തയുടെയും പാട്ട് ആസ്വദിക്കുന്നത് പോലെ നാഗൂർ അനീഫക്കയുടെ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അത് എപ്പോഴും എല്ലാ പാട്ടും പാടുന്ന കൂടുതൽ ഒരു പാട്ട് എന്നുള്ള തരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോൾ ആ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്ത് നന്നായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോളെ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നില്ല, ഗംഭീരമായി. ഞാനൊരു സ്ത്രീ, ഒരു ഫീമെയിൽ വോയിസ് ഇങ്ങനെ പാടുന്നത് കേട്ടിട്ടില്ല. കൂടുതലും മെയിൽ സിംഗേഴ്സാണ് ഇവിടെ പാടാറുള്ളത് ഈ പാട്ട്. അതുകൊണ്ട് തന്നെ മോളത് അവരോട് മത്സരിക്കുന്ന തരത്തിൽ തന്നെ ഇത്ര ക്ലീനായി ഒരു പാടി. അതിന് ഇവര് വലിയ സപ്പോർട്ടായിരുന്നു. ഓർക്കസ്ട്ര ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഭയങ്കര നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പാട്ടിന് പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾക്ക് അതൊരു വലിയൊരു ഒരു ഘടകം തന്നെയാണ്. ഇതിന്റെ സപ്പോർട്ട് ഗംഭീരമായിരുന്നു. ഓക്കെ മോളെ. ആര്യനെ എല്ലാവരും കൂടി പറഞ്ഞ് കുഴപ്പിച്ച അല്ല മോളെ, എന്തായാലും മോൾ നന്നായിട്ട് തന്നെ പാടി. നമ്മളൊരു ചേഞ്ച് ആയിട്ടുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പം അതും നഗുറാനിഫൊക്കെ പാടി അത്രയും സ്റ്റഫുള്ള ഒരു പാട്ട് ഫീമെയിൽ പാടുന്നു. അതിന്റെ ആ തിങ്സ് ഒക്കെ എല്ലാം തെറിച്ച മോൾ അത് നന്നായിട്ട് തന്നെ കേട്ടോ കൈകാര്യം ചെയ്തത്. 27 on 30. നല്ല മാർക്സ് ആണ് ആര്യ. ഇതുവരെ ഇത്രയും നല്ല സ്കോർ അതിനകത്ത് തന്നിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, ഷാൻസ. ആര്യ, ഇന്ന് എന്തായാലും ഒരു ഭയങ്കര ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഇന്ന് മൊത്തം, അല്ലെ? നമ്മുടെ ഇന്ന് നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പം അതില് ഇന്ന് നമ്മൾ ആര്യയുടെ ഒരു പുതിയ മുഖം നമ്മൾ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ഇനി നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടുക. ഞാൻ ഉടനെ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് ഞാൻ മോളെ വിളിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിലുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞു. അത് വൈക്കം വിജയലക്ഷ്മിയൊക്കെ പാടിയിട്ടുണ്ട്, വിജയ ചേച്ചിയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ചില പോർഷൻസിലേക്ക് ഞാൻ എന്തായാലും മോളെ വിളിക്കുന്നതാണ്. തിരക്കില്ലെങ്കിൽ വന്ന് പാടണം. അയ്യോ, ഞാൻ എന്തായാലും വരും. തിരക്കുണ്ടെങ്കിൽ വരും. അപ്പൊ മോൾ എന്തായാലും വാ. അപ്പം ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് 27. എന്തായാലും ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് ആര്യ. ഇനി നമുക്ക് ഫൈസൽ മാസ്റ്റർ ചോദിക്കാം. ഒരു കാര്യം കൂടി, ഏതാണ്ട് 100 വയസ്സോളമുള്ള നാഗൂർ അനീഫക്ക ഇപ്പൊ സുഖമില്ലാതെ കിടപ്പിലാണ്. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അത്രയും വലിയ സംഭാവനകൾ ചെയ്ത തമിഴ് മാപ്പിളപ്പാട്ട്, തമിഴ് മുസ്ലിം ഗാനം എന്ന് പറയുമ്പോൾ തന്നെ നാഗൂർ അനീഫക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതോടെ ഞാൻ ഓർക്കുകയാണ്. 27. അപ്പൊ നമ്മുടെ 3 ജഡ്ജസും തന്നിരിക്കുന്ന ടോപ്പ് സ്കോർ തന്നെയാണ്. ഇനി ഔട്ട് ഓഫ് 10 എത്ര തരും നോക്കാം. മാഷെ 8.5 on 10. താങ്ക് യു മാഷെ. ആര്യ, ഈ ഒരു അഡ്വഞ്ചറസ് പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത് 89.5 on 100. ബ്രില്യന്റ്. നമ്മുടെ എന്താ പറയാ, പെൺ വിഭാഗത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും ടോപ്പ് സ്കോർ നേടി. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജഡ്ജസ് പറഞ്ഞോളൂ, ഇന്നൊരു റിച്ച് എപ്പിസോഡ് തന്നെയായിരുന്നു. ഇതെന്തായാലും റിമാർക്കബിൾ പെർഫോമൻസ് ആയിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.